എന്നാണ് ക്രിസ്മസ്? എന്തൊരു ചോദ്യമാണ് അല്ലേ? കാരണം കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഡിസംബർ 25-നാണ് ക്രിസ്മസ് എന്ന്. പക്ഷെ പറയുന്നത് മറ്റൊന്നാണ്. വ്യക്തിപരമായി ക്രിസ്തുവിനെ അനുഭവിക്കാനും ഉള്ളിലേക്ക് ക്രിസ്തുവിനെ എടുക്കുവാനും കഴിയുന്ന ഒരു നിമിഷത്തിലും ദിവസത്തിലുമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് ആകുന്നത്. അല്ലെങ്കിൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കാര്യം നോക്ക്. അതുപോലെ ഈജിപ്തിലെ മേരിയുണ്ട്, ഹിപ്പോയിലെ അഗസ്റ്റിനുണ്ട്. ഇവർക്കൊക്കെ എന്നായിരുന്നു ക്രിസ്മസ്? അതുവരെയുള്ള ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായപ്പോൾ, പിന്നിട്ട് വന്നതൊന്നുമല്ല ജീവിതമെന്നും തിരിച്ചറിവുണ്ടായപ്പോൾ, പുതിയൊരു കാൽവയ്പ് ഉടലിന് തീ പിടിച്ചതുപോലെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും അവിടുത്തെ വഴിയെ സഞ്ചരിക്കുവാനുമുള്ള സന്നദ്ധയുണ്ടായ ഒരു നിമിഷം. അതാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ അപ്പോഴാണ് ക്രിസ്മസ് ആയത്. അതുപോലെ എന്ന് നമുക്ക് ക്രിസ്തുവിനെ ഉള്ളിലേക്ക് എടുക്കാനും അവിടുത്തെ ആ ജനനത്തിലുള്ള സന്തോഷം ആത്മാർത്ഥമായി പങ്കുചേരാനും സാധിക്കുന്നുവോ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആവും. അത് ചിലപ്പോൾ ഇന്നാവാം, നാളെ ആവാം, മറ്റന്നാളാവാം. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, ആരംഭിക്കുകയേ ഉള്ളൂ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ.